ഹേ ടീം, ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ബൂട്ട് സ്ട്രാപ്പിൽ ബ്രേക്ക് പോയിൻറ്റും കണ്ടെയ്നറും ഗ്രിഡും കോളംസും അതേപോലെ കുറേ യൂട്ടിലിറ്റി ക്ലാസ്സസും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോർമലി ഒരു അപ്ലിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻ ആണെങ്കിലും ഡിഫറെൻറ്റ് രീതിയിലുള്ള ഫോം നമുക്ക് ഡാറ്റ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു കീബോർഡിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റസ് എന്ന് പറയുന്നൊരു പേജ് ഉണ്ട്. ഈ പേജിൽ ആളുകൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡീറ്റെയിൽസ്, നെയിമും ഇമെയിലും കമൻറ്റും എല്ലാം കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ നമ്മുടെ ഇമെയിലിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ ഏത് സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ആമസോണിൻ്റെ സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നമുക്കൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ലോഗൗട്ട് കൊടുത്തു. പുതിയതായിട്ടൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഇതേപോലെ നമുക്ക് ഏത് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫോം ഫില്ല് ചെയ്യേണ്ട സിനാരിയോ വരും. അപ്പോൾ ഈ ഫോം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം എഫേർട്ടുള്ളൊരു പരിപാടിയാണ്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ കറക്റ്റ് ഒരു ബോർഡറിന് ഒരു അത്യാവശ്യം ഡീസൻറ്റ് ലുക്ക് ആൻഡ് ഫീലും കാര്യങ്ങളുള്ള ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ജിമെയിലിൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ ഈ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫോം ഇവിടെ ഫില്ല് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഫസ്റ്റ് നെയിം എന്നുള്ളത് എൻ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നു. കർസർ വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് നെയിം എന്നുള്ളത് ലേബിൾ മേലോട്ട് കയറുന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമുക്കൊരു ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഫോം, പല ടൈപ്പ് ഫോമുകൾ ഉണ്ടാവും. അപ്പോൾ ഈ ഫോമുകളെല്ലാം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് അത്യാവശ്യം എഫേർട്ടും ഉണ്ട്, പിന്നെ അതിന് കുറച്ച് ടൈമും എടുക്കും. ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഫീൽഡുകളും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് നമുക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബൂട്ട് സ്ട്രാപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഫോം ക്വിക്കായിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഫോംസ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ഒരു ഓവർവ്യൂ പറയുന്നുണ്ട് ഈ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിൽ ശരിക്കും നമ്മൾ ഇൻപുട്ട് കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് ഇൻപുട്ട് കൺട്രോൾ ഉണ്ട് അല്ല. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടെക്സ്റ്റ് ബോക്സ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്വേഡ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് കാണാത്ത രീതിയിലുള്ള ഡോട്ടോ സ്റ്റാറെല്ലാം ആക്കിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ്. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ബോക്സ് ആയിട്ട് കിട്ടും. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് പറഞ്ഞാൽ ബട്ടൺ കിട്ടും. അതേപോലെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഇമെയിൽ പർപ്പസിനുള്ളതാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻപുട്ട് ഫീൽഡ് തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ ബൂട്ട് സ്ട്രാപ്പിൽ കൊടുക്കുന്ന സമയത്ത് ആ കൊടുക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം. ഇമെയിലിനാണെന്നുണ്ടെങ്കിൽ ഇമെയിലായിട്ട് തന്നെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോം കൺട്രോൾസ് എന്നുള്ള സംഭവമാണ്. ഫോം കൺട്രോൾസിൽ ശരിക്കും നമ്മളെ സംബന്ധിച്ച് ബൂട്ട് സ്ട്രാപ്പിൽ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്ലാസ്സാണ് ഫോം കൺട്രോൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റൽ ടെക്സ്റ്റ് ബോക്സിനും ടെക്സ്റ്റ് ഏരിയക്കും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ ഫസ്റ്റത്തേത് ടെക്സ്റ്റ് ബോക്സിന് കൊടുത്ത എക്സാമ്പിളാണ്. ഇതിലിവിടെ ഒരു ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഇമെയിൽ എൻ്റർ ചെയ്യാനുള്ളതായതുകൊണ്ടാണ്. പിന്നെ ഇവിടെ നമുക്ക് ക്ലാസ് ഈക്വൽ ടു ഫോം കൺട്രോൾ, പിന്നെ ഇതിനൊരു ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടെക്സ്റ്റ് ബോക്സിനൊരു ഐ ഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മേലെ നമുക്കൊരു ലേബലുണ്ട്. എന്നിട്ട് ഈ ലേബൽ ഏത് കൺട്രോളിന് വേണ്ടിയുള്ള ലേബലാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാണല്ലോ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഐ ഡി. ഈ ടെക്സ്റ്റ് ബോക്സിന് വേണ്ടിയുള്ള ലേബലാണെന്നുള്ള സിസ്റ്റത്തിന് മനസ്സിലാകാൻ വേണ്ടി ഫോർ ഈക്വൽ ടു ഏതിന് വേണ്ടിയാണെന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഐ ഡി ഉള്ളതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ലേബൽ എന്ന് പറയുന്നത് തൊട്ട് താഴെയുള്ള ഈ ഒരു ഐ ഡി ഉള്ള ടെക്സ്റ്റ് ബോക്സിന് വേണ്ടിയുള്ള ലേബലാണ്. അപ്പോൾ അങ്ങനെ സിസ്റ്റത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ ലേബലിന് നമ്മൾ ലേബൽ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്
നമ്മളിപ്പോൾ ഇതിൽ മാർജിൻ ബോട്ടം 3 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഒരു ഡിവ്, ഈ രണ്ടാമത്തെ ഒരു ഡിവ്, ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വരെ ഇങ്ങനെ name@example.com എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി നമ്മൾ പ്ലേസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പ്ലേസ് ഹോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൽ എപ്പോഴും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് വരെ ആ കൊടുത്തുള്ള പ്ലേസ് ഹോൾഡർ അവിടെ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ടൈപ്പ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പോകും, വീണ്ടും empty ആയി കഴിഞ്ഞാൽ വീണ്ടും അത് ഡിസ്പ്ലേ ചെയ്യും. അത് ബ്രൗസർ HTML ബിഹേവിയർ ആണ്, അല്ലാതെ ബൂട്ട്സ്ട്രാപ്പിൻ്റെ അല്ല. പക്ഷെ അത് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ടെക്സ്റ്റ് ഏരിയ ഉണ്ട്. ഈ ടെക്സ്റ്റ് ഏരിയ ഇതിൽ നമുക്കുള്ളത് ഇവിടെ ഫോം ലേബലിന് ഫോം ലേബലാണ്. അതേപോലെ ടെക്സ്റ്റ് ഏരിയക്കാണെങ്കിലും ടെക്സ്റ്റ് ബോക്സിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഫോം -control എന്ന് പറയുന്ന ഒരു ക്ലാസ് ആണ് ഉള്ളത്. പിന്നെ ടെക്സ്റ്റ് ഏരിയയിൽ എത്ര റോക്ക് വേണ്ടിയുള്ള ഇവിടെ നമുക്കിപ്പോൾ 3 റോ എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എത്ര റോക്ക് ഉള്ളത് വേണമെന്നുള്ളത് റോസ് ഈക്വൽ ടു എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ ടെക്സ്റ്റ് ഏരിയ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ. ഇതിനേക്കിനി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കോപ്പി ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ HTML വന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു ഫോം ടാഗ് ക്രിയേറ്റ് ചെയ്യാണ്. കണ്ടെയ്നർ ഡിവ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 കൺട്രോൾസ്, ഞാനിതിന് സേവ് ചെയ്തു, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ഈ കൊടുക്കുന്ന, ഇപ്പോൾ ഞാൻ example@example.com എന്ന പ്ലേസ് ഹോൾഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു example@example.com എന്നുള്ളത് നമുക്ക് ഇവിടെ വരും. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു ഡിവിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് രണ്ടിനും കൂടെ ഒറ്റ ഡിവിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ഒരു ഡിവിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളൊരു റാപ്പ് ചെയ്യാം. ഇത് മാർജിൻ ബോട്ടം നമുക്ക് എത്ര വേണമെന്നുള്ളത് കൊടുക്കുന്നതാണ്, അല്ലാതെ ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. അതൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും, ക്ലാസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഇത് വർക്കാവും. ആകെ ഡിഫറൻസ് ഉണ്ടാവുക ഇവിടെ തൊട്ടടുത്തായിരിക്കും നടക്കുന്നുണ്ടാവുക. ഇതിന് കുറച്ചൊരു ബോട്ടം മാർജിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ MB എന്നുള്ള യൂട്ടിലിറ്റി ക്ലാസ് ഉപയോഗിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് യാതൊരു ഡിഫറൻസും ഇല്ല. ഇതിന് രണ്ടും കൂടെ ഒന്നിൻ്റെ ഉള്ളിൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഈ ലേബൽ എന്നുള്ളത് നമുക്ക് ഫോം ലേബൽ കൊടുത്തു. അതേപോലെ ഇൻപുട്ട് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിന് ഫോം കൺട്രോൾ കൊടുത്തു. പിന്നെ എന്ത് ടൈപ്പ് ഡാറ്റയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കറക്റ്റ് സ്പെസിഫൈ ചെയ്യുന്നതാണ് എപ്പോഴും ബൂട്ട്സ്ട്രാപ്പിൽ നല്ലത്. പിന്നെ പ്ലേസ് ഹോൾഡറിന് നമുക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റർ ഇമെയിൽ എന്നുള്ളതാണ് നിങ്ങൾക്ക് പ്ലേസ് ഹോൾഡർ ആയിട്ട് വരേണ്ടത് എന്നുള്ളത്, അങ്ങനെ എൻ്റർ ഇമെയിൽ എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഇമെയിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ. പിന്നെ ഇവിടെ ടെക്സ്റ്റ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ഏരിയ ആണ്, കൺട്രോൾ ടെക്സ്റ്റ് ഏരിയ ആണ്. ഫോം കൺട്രോൾ എന്ന് പറയുന്ന ക്ലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഇതിനൊരു ID കൊടുത്തു. എന്നിട്ട് ഈ ലേബൽ ഈ ഒരു കൺട്രോളിന് വേണ്ടിയുള്ളതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി 4 = എന്നുള്ളത് നമ്മളിവിടെ വെച്ച് നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിൾ അത് കൊടുത്തിട്ടില്ലെങ്കിലും വർക്കാവും, യാതൊരു പ്രശ്നമില്ല. പക്ഷെ അത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് അഡ്വാൻസ്ഡ് സിനാരിയോസ് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാനിത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് യാതൊരു മാറ്റവും വരുന്നില്ല, എല്ലാം പഴയ പോലെ തന്നെ ഉള്ളത്. പക്ഷെ അത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ല ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ ഇമെയിൽ അഡ്രസ്സും ഇപ്പോൾ അഡ്രസ്സാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇതാണ് ഫോം ടെക്സ്റ്റ് ബോക്സിന് കൊടുക്കാനുള്ള, ടെക്സ്റ്റ് ബോക്സിന് ടെക്സ്റ്റ് ഏരിയക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ഫോം കൺട്രോളർ. ഇതിന് എനിക്കിനി ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ CSSഉം അതേപോലെ അതിൻ്റെ ജാവാസ്ക്രിപ്റ്റും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കിത് പിന്നെ സിസ്റ്റത്തിൽ എപ്പോഴും സിസ്റ്റത്തിൽ തന്നെ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ഓൺ സ്റ്റാക്ക് ബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റാക്ക് ബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ എഡിറ്ററാണ്. ഓൺലൈനിൽ തന്നെ നമുക്ക് കോഡ് ടൈപ്പ് ചെയ്യാനും അതിൻ്റെ റിസൾട്ട് റൈറ്റ് സൈഡിൽ തന്നെ ഇമ്മീഡിയറ്റ്ലി കാണാനും, VS കോഡൊന്നും ഇല്ലെങ്കിലും ഓൺലൈനിൽ തന്നെ ട്രൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് കോഡ് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു കേസിൽ ഈ ഒറ്റ ഫയൽ മാത്രമേ ഉള്ളൂ, index.html എന്ന് പറയുന്ന ഫയൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഇവിടെ ഈ ഫയൽ empty ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് ഇതേപോലെ Ctrl+A Ctrl+C കോപ്പി ചെയ്തിട്ട് നിങ്ങൾ എഡിറ്ററിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കാവും. എപ്പോഴും നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് അതുപോലത്തെ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അത് പ്രാക്ടീസ് ചെയ്യാതെ ജസ്റ്റ് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആയിരിക്കും. പക്ഷെ നിങ്ങളത് ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച്
ഒരു 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 ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ മൈൻഡിൽ കയറി വരില്ല. അത് കയറി വരണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് തന്നെ അതിന് ഓപ്ഷനുള്ളൂ, യാതൊരു ഓപ്ഷനും അല്ല, വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. നിങ്ങൾ എപ്പോഴും ഇത് ടൈപ്പ് ചെയ്തിട്ട് തന്നെ നോക്കുക. പിന്നെ ഇതിലാകെ നോക്കാനുള്ള ഫോം കൺട്രോളും അതേപോലെ ലേബലിനാണെന്നുണ്ടെങ്കിൽ ഫോം ലേബലും, ഇത് രണ്ടുമാണ് ശരിക്കും നമുക്ക് ഇതിലുള്ളത്. പിന്നെ ഈ സൈസിന് നമുക്കിത് പല സൈസിലുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോം കൺട്രോൾ എന്ന് പറഞ്ഞാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മീഡിയം സൈസിലാണ് വരുന്നത്. പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ല സൈസിലുള്ള ടെക്സ്റ്റ് ബോക്സും അതിൻ്റെ ആണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം കൺട്രോൾ LG എന്ന് പറയുന്നത്, ലാർജ് എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ഫോം കൺട്രോൾ LG എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സ് കുറച്ചും കൂടെ, ഫോം കൺട്രോൾ എന്തായാലും വേണം, അതിൻ്റെ കൂട്ടത്തിലാണ് ഫോം കൺട്രോൾ -LG എന്ന് പറയുന്നത്, ലാർജിനെ റെപ്രസെൻ്റ് ചെയ്യാൻ LG എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് ബോക്സ് കുറച്ചും കൂടെ ലാർജായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോറി, ടെക്സ്റ്റ് ഏരിയക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടെ വലിയ സൈസിലുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് വന്നു. അതേപോലെ തന്നെ നമുക്ക് SM ഉണ്ട്. സ്മോളിനാണെന്നുണ്ടെങ്കിൽ SM, മീഡിയത്തിനൊന്നും വേണ്ട, അപ്പോൾ ഇത് സ്മോളാണ്. സ്മോളിനാണെങ്കിൽ SM, മീഡിയത്തിന് ഒന്നും വേണ്ട, ജസ്റ്റ് ഫോം കൺട്രോൾ എന്നുള്ളത് മാത്രം കൊടുത്താൽ മതി. പിന്നെ ലാർജിനാണെങ്കിൽ LG. ഓക്കെ, ഇതാണ് നമുക്കുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് ഫോം ടെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ തൊട്ട് താഴെ എന്തെങ്കിലും ഒരു പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടി ഫോം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അത് നമുക്ക് ഡിവിന് ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, സ്പാനോ ഡിവോ ഏതാണെന്ന് വെച്ചാൽ അതിന് ആ ഫോം ടെക്സ്റ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ താഴെ ഇപ്പോൾ നമുക്ക് ഈ പാസ്വേഡ് എല്ലാം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇമെയിൽ ID കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ടെക്സ്റ്റും കൂടെ കൊടുക്കണം. ഞാനിവിടെ ഒരു സ്പാൻ ക്ലാസ് ഈക്വൽ ടു ഫോം ടെക്സ്റ്റ് enter your official email ID, don't enter personal mail ID. ഓക്കെ, ഇതൊരു ടെക്സ്റ്റ് ആയിട്ട് എനിക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഈ ഫോം ടെക്സ്റ്റ് എന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഇതിന് അലൈൻഡ് ആയിട്ട് തന്നെ ഒരു ചെറിയ ഫോണ്ടിൽ അത് ടെക്സ്റ്റായിട്ട് കാണിക്കും. ആ ഒരു പർപ്പസിനുള്ളതാണത്. ഓക്കെ, സ്പാനും അല്ലെങ്കിൽ ഡിവിനും ഏതിനുമാണെങ്കിലും കൊടുക്കാൻ പറ്റും. അതേ സെയിം ലുക്ക് ആൻഡ് ഫീൽ തന്നെയാണ് വരിക. പിന്നെ ടെക്സ്റ്റ് ബോക്സ് ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ടെക്സ്റ്റ് ബോക്സ് ഡിസേബിൾഡ് ആക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു ഷോപ്പിംഗ് കാർട്ടിൽ പ്രൈമിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ഓഫർ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ ഉണ്ട്, പ്രൈമിന് എലിജിബിൾ അല്ലെങ്കിൽ അപ്ലിക്കബിൾ അല്ലാത്തതുമുണ്ട്. അപ്പോൾ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് ചിലത് ഡിസേബിൾ ചെയ്യണം, അങ്ങനത്തെ സിനാരിയോ വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ കറണ്ട് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെന്നുള്ളത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട, രണ്ട് സ്ഥലത്ത് എൻ്റർ ചെയ്യേണ്ട, ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബോക്സിന് കൊണ്ടുവന്നിട്ട് ഡിസേബിൾഡ് എന്ന് പറയുന്നത് കൊടുത്താൽ മതി. ഡിസേബിൾഡ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ആ ആട്രിബ്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സ് ഡിസേബിൾ ആവും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല, അത് ഡിസേബിൾഡ് ആയിട്ട് കിടക്കും. ഓക്കെ, അതേപോലെ നമുക്ക് റീഡ് ഓൺലി ആക്കാൻ പറ്റും. ഞാനിവിടെ റീഡ് ഓൺലി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഇതെല്ലാം HTML ആട്രിബ്യൂട്ടാണ്, ബൂട്ട്സ്ട്രാപ്പ് കൊണ്ടുവന്നതല്ല, HTML ആട്രിബ്യൂട്ടാണ്. അതിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡിസേബിൾഡ് അല്ല, കളറും ഡിസേബിൾഡ് ലുക്കൊന്നും വരില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കർസറിൽ ഫോക്കസ് എല്ലാം ചെയ്യാൻ പറ്റും, പക്ഷേ റീഡ് ഓൺലി ആണ്, അതിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരുന്നില്ല. ഓക്കെ, പിന്നെ ഈ റീഡ് ഓൺലി ഡിസേബിൾഡും ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഡിസേബിൾഡ് മോഡും ആയിരിക്കും, റീഡ് ഓൺലി ആയിരിക്കും ചെയ്യും, കർസർ ഫോക്കസ് ചെയ്യാനും കഴിയില്ല. ഓക്കെ, ഡിസേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെ ഇത് ഡിസേബിൾഡ് ലുക്കിലേക്ക് വരും. നമുക്കവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബോർഡറും കാര്യങ്ങളൊന്നും വരില്ല, ഫോക്കസ് അതിലോട്ട് ഒരിക്കലും പോകില്ല. അപ്പോൾ ഈ ഡിസേബിൾഡും റീഡ് ഓൺലിയും വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, അതെല്ലാം സിനാരിയോസ് ശരിക്കും ഡെവലപ്മെൻറ്റ് ടൈമിൽ വരും, ചില സിനാരിയോയിൽ അങ്ങനെ. ഓക്കെ, ഇനി പിന്നെ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റ് ബോക്സിനെ പ്ലെയിൻ ടെക്സ്റ്റ്, ഇതിപ്പോൾ ഇമെയിൽ, ഇപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്ത ഒരാൾ, അയാളെ ഇമെയിൽ ID ഉണ്ട്, അതിൻ്റെ കൂടെ അയാൾക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം കൊടുക്കണം, ഇമെയിൽ ID ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമെയിൽ അവിടെ കാണിച്ചു കൊടുക്കണം, താഴെ പാസ്വേഡ് അവർക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം. നമുക്ക് ഇവിടെ ഇതിനെ ഒരു പ്ലെയിൻ ടെക്സ്റ്റ് പോലെ കാണിക്കണം എന്നുണ്ടെങ്കിൽ, സംഭവം ടെക്സ്റ്റ് ബോക്സ് ആണ്,
പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ലുക്ക് ആൻഡ് ഫീൽക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം കൺട്രോൾ ഹൈഫൺ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റ് പോലെ അത് കാണിക്കും. പിന്നെ ഇതിൽ വാല്യൂ അവർ എൻ്റർ ചെയ്തുകൊണ്ടാണ് ആ വാല്യൂ കൂടെ അവിടെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിവിടെ പ്ലേസ് ഹോൾഡറിന് പകരം ഞാനിവിടെ എന്ത് ചെയ്യാണ്, വാല്യൂ ഡയറക്റ്റ് എൻ്റർ ചെയ്യാണ്. ഇപ്പോൾ ഒരാൾ ലോഗിൻ ചെയ്ത ഒരാളാണ്, അയാളെ ഇമെയിൽ ഐ ഡി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു jafar@keyboard.com എന്നുള്ളത് ഞാൻ കൊടുത്തു. എന്നിട്ട് ഈ ക്ലാസ്സിന് ഞാൻ എന്ത് ചെയ്യാണ്, ഫോം കൺട്രോൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ക്ലാസ് അപ്ലൈ ചെയ്തതോടുകൂടി ഇതൊരു പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ലുക്ക് ആൻഡ് ഫീലിലോട്ട് മാറി. ശരിക്കും ഇത് ടെക്സ്റ്റ് ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, ഫോം കൺട്രോൾ പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ള ഫോം കൺട്രോളിൽ വരുന്ന വേറൊരു നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺട്രോളാണ് ടെക്സ്റ്റ്. നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഈ പിന്നെ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു അപ്ലോഡ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിന് HTML ഉള്ള കൺട്രോളാണ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ഫയൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഫയൽ എന്നുള്ളത് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഇതാണ് നമുക്ക് കിട്ടുക. ഡിഫോൾട്ടായിട്ട് നമുക്ക് കിട്ടുക അപ്ലോഡ് ഫോട്ടോ. ഞാൻ ചൂസ് ഫയൽ എന്ന് പറയുന്ന ഇതിന് ഫോം ലേബൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് സെയിം ലൈനിൽ വരുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ഫയൽ എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ചൂസ് ഫയലിനുള്ള ഒരു ബട്ടൺ കിട്ടും. എന്നിട്ട് നമുക്ക് ഈ പിന്നെ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു ഫയലിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്കതിനെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഡിഫോൾട്ടായിട്ട് ഞാനൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ നമുക്ക് അതിൻ്റെ നെയിം കാണിച്ചു തരും. പിന്നെ നമ്മൾ അതിൻ്റെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്ക് എൻഡിൽ നമുക്കതിനെ സേവ് ചെയ്യാനുള്ള കോഡ് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് ശരിക്കും അതിൻ്റെ ഡിഫോൾട്ട് ലുക്ക് ആൻഡ് ഫീൽ. ഇനി ഇതിനെനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല ലുക്ക് ആൻഡ് ഫീലിലോട്ട് ഇതിൽ കാണുന്ന രീതിയിലുള്ള ഈ ചൂസ് ഫയലിൻ്റെ പോലത്തെ ഇതെല്ലാം അത്യാവശ്യം നല്ല ലുക്ക് ആൻഡ് ഫീലാണുള്ളത്. ഇങ്ങനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോം കൺട്രോൾ എന്ന് പറയുന്ന ക്ലാസ് ഇതിനും അപ്ലൈ ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ക്ലാസ് ആണ്. അത് കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ ശരിക്കും മാറും. ഇപ്പോൾ കുറച്ച് ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ബട്ടൺ ഇവിടെ വന്നു, നോ ഫയൽ ചൂസ് എന്നുള്ളൊരു ലേബൽ വന്നു. പിന്നെ ഇത് ലേബൽ മേലെയും കൺട്രോൾ താഴെയായിട്ട് വന്നു. അതെല്ലാം ഡിഫോൾട്ടായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഫോം കൺട്രോൾ എന്നുള്ളത് ഈ രീതിയിലും കൊടുക്കാൻ പറ്റും. പിന്നെ മറ്റു നമ്മൾ കൊടുത്ത പോലെ തന്നെ ഫോം കൺട്രോൾ -SM/LG എല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അതേപോലെ ഈ കളർ സെലക്ട് ചെയ്യുക. യൂസർക്ക് ഇപ്പോൾ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ വേണ്ടി യൂസർക്ക് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ യൂസർക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കളർ ബോക്സ് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കളർ പിന്നെ സെലക്ട് ചെയ്യാനുള്ള പ്രൊവിഷനിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം നോർമൽ HTML ഉള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതേപോലത്തെ ഒരു ലുക്ക് ആൻഡ് ഫീലിലോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. സെലക്ട് ബാക്ക്ഗ്രൗണ്ട് കളർ. ഇതിന് ഞാൻ ഈ ക്ലാസ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന് വരുന്ന ലുക്ക് ആൻഡ് ഫീല് ഈ രീതിയിലാണ് വരിക. ഒരു റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് വരിക. ബാക്കി ബിഹേവിയർ കാര്യങ്ങൾ ഫങ്ഷണാലിറ്റി എല്ലാം സെയിം ആണ്, യാതൊരു മാറ്റമില്ല. ഈ രീതിയിലാണ് വരിക. ഞാനിതിനെ ഈ ഒരു ക്ലാസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ചും കൂടി ചെറിയ സൈസിൽ ഒരു ചെറിയ റെക്റ്റാങ്കിളെല്ലാം ആക്കിയിട്ട് കുറച്ച് നല്ല വൃത്തിയുള്ളതാക്കിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, ഫങ്ഷണാലിറ്റിയിൽ യാതൊരു മാറ്റമില്ല, ലുക്ക് ആൻഡ് ഫീൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. പിന്നെ ഡാറ്റ ലിസ്റ്റ് എന്ന് പറയുന്നത്
ഇപ്പോൾ നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമല്ല, പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ഇതേപോലെ നമുക്ക് ഒരു ലിസ്റ്റ് ഡാറ്റ അതിനൊന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ ലിസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇതങ്ങനെ നമ്മൾ ഡെവലപ്മെന്റ് അത്ര ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമുക്കിവിടെ ഒരു ലേബൽ ഉണ്ട്, ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഡാറ്റ ലിസ്റ്റ് ഉണ്ട്. എന്നിട്ട് ഇതിനൊരു ഐ ഡി കൊടുത്തിട്ടുണ്ട്. ഈ ഐ ഡി നമ്മളിവിടെ ലിസ്റ്റ് ഈക്വൽ ടു ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഇതിൽ നമ്മൾ ലിസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ രണ്ടും കൂടെ കണക്ട് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോം കൺട്രോൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. ഈ ഫോം കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് ബോക്സിന്, ടെക്സ്റ്റ് ഏരിയക്ക്, ഫയൽ കൺട്രോളിന്, കളർ കൺട്രോളിന്, അതിനെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ്. പിന്നെ അതിൻ്റെ LGയും SM രണ്ട് സൈസ് ഉണ്ട്. പിന്നെ ഡിസേബിൾഡ് റീഡ് ഓൺലി നമുക്ക് കൊടുക്കാൻ പറ്റും, അതനുസരിച്ച് ഇത് ബിഹേവ് ചെയ്യും. ഓക്കെ, പിന്നെ ഫോം കൺട്രോൾ പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ ലുക്കിലോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഫോം ലേബലിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഫോം ലേബൽ ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡിഫറെൻറ്റ് ടൈപ്പ് ഫോംസ്, ടെക്സ്റ്റ് ബോക്സ് വെച്ചിട്ടുള്ള, ടെക്സ്റ്റ് ഏരിയ വെച്ചിട്ടുള്ള, കളർ പിക്കറും അതെല്ലാം വെച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഫോംസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക.